ഹായ് വെൽക്കം ബാക്ക്. സോ ഇന്ന് 6th ഫെബ്രുവരി 2026. അപ്പോൾ അതുപോലെ നമുക്ക് ന്യൂസ് പേപ്പർ വായിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ന്യൂസ് പേപ്പേഴ്സും ന്യൂസ് ലെറ്റേഴ്സും വായിച്ചു. എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ന്യൂസുകളുണ്ട് ഇന്ന്. മെയിൻ പേജിൽ കാര്യമായിട്ടൊന്നുമില്ല, ബട്ട് എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ടോപ്പിക്സ് ആർ ഓൾവേസ് ബിസിനസ്, ടെക്, ഫിനാൻസ്, സ്പോർട്സ്. അതൊക്കെയാണ് ഇഷ്ടമുള്ള വിഷയങ്ങൾ. സോ അതിൽ 2-3 നല്ല ന്യൂസുകളുണ്ട്. ഫസ്റ്റ് വൺ ഈസ് അബൌട്ട് ആന്ത്രോപിക് എ ഐ. ആന്ത്രോപിക് എ ഐയുടെ നമ്മുടെ ഓപ്പൺ എ ഐയിലെ കുറച്ച് എംപ്ലോയീസ്, എക്സ് എംപ്ലോയീസാണ് ആന്ത്രോപിക് എ ഐ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് അവരുടെ ഒരു ഫേമസ് ടൂളുണ്ട്, ക്ലോഡ് എന്നാണ് ആ ടൂളിൻ്റെ പേര്. നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ടുണ്ടാവും. ഈ ക്ലോഡ് എന്ന് പറഞ്ഞ എ ഐ ടൂള് ഒരു സെറ്റ് ഓഫ് പുതിയ ടൂൾസ്, പ്ലഗിൻ ടൂൾസ് ലോഞ്ച് ചെയ്തു കഴിഞ്ഞ ദിവസം. ആൻഡ് കുറേ IT ജോബ്സിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കേപ്പബിലിറ്റിയുള്ള ടൂൾസാണിത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇതിൽ പറയുന്ന പോലെ ലീഗൽ അഗ്രിമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, ഫിനാൻസ് അനലിറ്റിക്സ് ചെയ്യാൻ പറ്റും, പിന്നെ ഡാറ്റ അനലിറ്റിക്സ് ചെയ്തിട്ട് റിപ്പോർട്ട്സ് സ്വയമായിട്ട് ചെയ്യാൻ പറ്റും, പിന്നെ മാർക്കറ്റിംഗ്, കസ്റ്റമർ സപ്പോർട്ടും എല്ലാം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലഗിൻസ് ആണ് ഇപ്പോൾ ഇവർ ലോഞ്ച് ചെയ്തേക്കുന്നത്. ആൻഡ് ഈ ഒരു ന്യൂസ് വന്നപ്പോൾ തന്നെ US പല IT കമ്പനീസിൻ്റെയും IT സ്റ്റോക്സ് ഡൗൺ ആയി. ഇമോഷണൽ സെല്ലിംഗ് ആയിരുന്നു, കാരണം പബ്ലിക് സെൻറ്റിമെൻറ്റ് അനുസരിച്ച് ഇനി നെക്സ്റ്റ് AI ആയിരിക്കും വരിക, ഈ IT കമ്പനീസൊക്കെ ലോസിൽ പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു ആൻറ്റിസിപ്പേഷനിലാണ് അങ്ങനെ നടന്നത്. ആൻഡ് ആക്ച്വലി ഇതൊരു ഭീഷണി കൂടെയാണ് ഇന്ത്യൻ കമ്പനീസിന്. കാരണം US കമ്പനീസൊക്കെ ഇന്ത്യയിലോട്ട് വർക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നത് അവിടെ അവർക്കത് എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ്. ആൻഡ് നമുക്കിവിടെ ലേബർ കോസ്റ്റ് കുറവായതുകൊണ്ടാണ്. ബട്ട് ഇങ്ങനത്തെ ടൂൾസ് വരുമ്പോൾ അവർ ഇന്ത്യൻ കമ്പനീസിനോടുള്ള ഡിപ്പെൻഡൻസി പതുക്കെ കുറയ്ക്കും. ആൻഡ് നല്ല ലോസ് വരാൻ സാധ്യതയുണ്ട്. ബട്ട് IT എംപ്ലോയി ഒക്കെ ആയിട്ടുള്ളവർ ശ്രദ്ധിക്കേണ്ടത്, എംബ്രേസ് എ ഐ ടൂൾസ് പഠിച്ച് അപ്സ്കിൽ ചെയ്താൽ മേ ബി വിൽ ഗെറ്റ് ഹെഡ് ഓഫ് ദ കർവ്. സോ അതാണ് ഇന്നത്തെ മെയിൻ ന്യൂസ് എന്ന് പറയാൻ പറ്റുന്നത്. നെക്സ്റ്റ് വൺ ഇസ് റിഗാർഡിങ് എയർ ഇന്ത്യ ആൻഡ് എയർ ഇന്ത്യ എക്സ്പ്രസ്. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഇമ്പ്രൂവ് ആക്കാനായിട്ട് 633 crores ടാറ്റ ഇപ്പോൾ സ്പെൻഡ് ചെയ്യാൻ റെഡി ആയിരിക്കുന്നത്, വിച്ച് ഇസ് ഹയർ ദാൻ അവരുടെ മെയിൻ പ്രീമിയം ആയിട്ടുള്ള എയർ ഇന്ത്യ ഫ്ലൈറ്റ്സ്. അപ്പോൾ ഇറ്റ് ഷോസ് ഹൗ ഇമ്പോർട്ടൻറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ്സസ് അവർക്ക്. ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് 25% ഓഫ് മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യണമെന്ന ലക്ഷ്യത്തോടെയാണ് ഇത്രയും അവർ സ്പെൻഡ് ചെയ്യുന്നത്. കഴിഞ്ഞ 3 മാസങ്ങളായിട്ട് DGCA പുറത്തുവിട്ട കണക്കനുസരിച്ച് എയർ ഇന്ത്യ ആണ് കമ്പാരിറ്റീവ്ലി ഓൺ ടൈം സർവീസ് നടത്തിയേക്കുന്നത്. മേ ബി ഇൻഡിഗോ ആ ഒരു ഇഷ്യൂ വന്നുകൊണ്ടായിരിക്കും. എയർ ഇന്ത്യ ബഡ്ജറ്റ് ലൈനായിട്ടുള്ള എക്സ്പ്രസ്സിൽ പോലും പ്രീമിയം ഫീച്ചേഴ്സ് കൊടുക്കണം എന്നാണ് അവരിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്, വിച്ച് ഇസ് എ ഗുഡ് തിങ് ഫോർ ട്രാവലേഴ്സ്. മൂവിങ് ഓൺ, പിന്നെ പത്രത്തിൽ ജാനുവരിയിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് സമ്മപ്പ് ചെയ്തിട്ട് ഒരു പഠിപ്പുര സെക്ഷനകത്ത് അതുകൊണ്ട് അത് ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ടേക്കാം. അതർ ദാൻ ദാറ്റ്, ചൈനയിൽ നിന്നൊരു ന്യൂസ് ഉണ്ട്. സർപ്രൈസിങ് ആസ് വെൽ ആസ് സ്കെയറിങ് കൂടിയാണ്. അവർ മോയ എന്ന് പറഞ്ഞൊരു ബയോമിമെറ്റിക് റോബോട്ട്, വേൾഡ്സ് ഫസ്റ്റ് ബയോമിമെറ്റിക് റോബോട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബയോമിമെറ്റിക് എന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ മൂവ്മെൻറ്റിൻ്റെ ഓൾമോസ്റ്റ് 95% എങ്കിലും ആക്യുറസി ഉള്ള ഒരു റോബോട്ടാണ് ഈ മോയ. ഈവൻ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ വരെ അവർ മിമിക് ചെയ്യുന്നുണ്ട്. ഐ മൂവ്മെൻറ്റ്സ് ആയിക്കോട്ടെ, വാക്ക് ചെയ്യുന്ന മൂവ്മെൻ്റ് ആയിക്കോട്ടെ, അത് ചിരിക്കും, റെസ്പോണ്ട് ചെയ്യും. ഒരു AI ഉണ്ട് ബിൽട്ടനായിട്ട് അതിനകത്ത്. സോ സർപ്രൈസിങ് ആണ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് കൂടെയാണ്. തിങ്ക് സ്പോർട്സിൽ 1-2 ന്യൂസ് ഉണ്ട്. ഇമ്പോർട്ടൻറ്റ് വൺ ഇസ് നമ്മുടെ WPL ഫൈനൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ആൻഡ് RCB ജയിച്ചു. ഡൽഹി കണ്ടിന്യൂസ്ലി 4th ഫൈനലിലാണിപ്പോൾ
തോൽക്കുന്നത്, വിച്ച് ഇസ് സാഡ്. പിന്നെ സന്തോഷ് ട്രോഫി ഫൈനലിൽ കേരളം കയറിയിട്ടുണ്ട്. അതാണ് സ്പോർട്സിലുള്ള മേജർ ന്യൂസ്. പിന്നെ ന്യൂസ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞ ന്യൂസ് നോക്കുമ്പം ഊബറിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഊബർ US ഭയങ്കര ടോപ്പാണെങ്കിലും ഇന്ത്യയിൽ ഹൈ ലെവൽ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഊബർ. ആൻഡ് പുതിയ പ്ലെയേഴ്സ് സച്ച് ആസ് റാപ്പിഡോ അവർ ബൈക്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ബൈക്കിലാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. അതായത് 2 വീലറിൽ റൈഡ് ഹീലിംഗ് സർവീസ് ആയിരുന്നു റാപ്പിഡോ. ആൻഡ് അവർ നല്ല രീതിയിൽ ഗ്രോ ചെയ്തു എക്സ്പോണൻഷ്യലി. ആൻഡ് ഈവൻ ഊബറിന് അതൊരു പണിയായി മാറി. വേറെ ഒരു സർവീസാണ് പോർട്ടർ പാൻ ഇന്ത്യ ഇപ്പോൾ നല്ല റീച്ച് വന്നിട്ടുള്ളൊരു ലോജിസ്റ്റിക്സ് കമ്പനിയാണ്. നമ്മളെ ഊബർ ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ ഒരു കടയിൽ ഒരു B2B ആൾക്കാർക്ക് വേണ്ടി, അതായത് ഇപ്പോൾ ഒരു കടയിൽ നിന്ന് കസ്റ്റമറിലോട്ട് സാധനം എത്തിക്കാനായിട്ട്, അല്ലെങ്കിൽ 2 കമ്പനീസ് തമ്മിൽ അവർക്ക് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു സർവീസാണ് പോർട്ടർ. ഇപ്പോൾ ഞങ്ങളുടെ തന്നെ സ്റ്റോറുണ്ട് വൈറ്റ്ലയിൽ, സ്റ്റേഷനറി പോയിൻ്റ് എന്നാണ് പേര്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഡെലിവറി പാർട്ട്നേഴ്സ് ഇപ്പോൾ അവൈലബിൾ അല്ലെങ്കിൽ വി റിലൈ ഓൺ പോർട്ടർ. ഭയങ്കര കൺവീനിയൻ്റ് ആണ്. ആൻഡ് ഊബറും ഇപ്പോൾ ആ ഒരു സെഗ്മെൻറ്റ് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഇൻ ദ നെയിം ഓഫ് ഊബർ ഡിറക്റ്റ്. അപ്പം ഇത് വരുമ്പോൾ കോമ്പറ്റീഷൻ കൂടുതൽ ഇൻറ്റൻസിഫൈ ആവും. പോർട്ടർ പേടിക്കണം. പിന്നെ റാപ്പിഡോയുടെ സർവീസും അവർ റെപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഓട്ടോയും ടാക്സിയും എക്സൽ അതൊക്കെ വരുന്നതിൻ്റെ കൂട്ടത്തിൽ ഇനി ചിലപ്പോൾ ബൈക്കും കൂടെ വന്നേക്കാം, വിച്ച് ഇസ് ഇൻട്രസ്റ്റിംഗ്. ഊബർ ഇന്ത്യ എന്ന മാർക്കറ്റ് വിടാൻ താല്പര്യപ്പെടുന്നില്ല, വിച്ച് ഇസ് നൈസ്. സോ ദാറ്റ്സ് ഇറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് എവറി വീഡിയോ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഐ ട്രൈ ടു റെക്ടിഫൈ ദി മിസ്റ്റേക്സ്, അല്ലെങ്കിൽ ഇൻകൾക്കേറ്റിംഗ് ദ ഫീഡ്ബാക്ക്. ആൻഡ് കഴിഞ്ഞ വീഡിയോയിൽ കിട്ടിയൊരു ഫീഡ്ബാക്ക്, വോയിസ് ഭയങ്കര ബേസായിട്ട് ഫീൽ ചെയ്യുന്നു, സൗണ്ട് വളരെ കുറവാണ് എന്നൊരു ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു. അതിന് വൺ ഓഫ് ദ റീസൺ എനിക്ക് തോന്നുന്നത്, ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മേ ബി 1 or 2 hours എൻ്റെ വോയിസ് നല്ല ബേസായിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും ലൈറ്റ് ആവാൻ സാധ്യതയുണ്ട്. സോ അപ്പോൾ ഇന്ന് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ആണ് വീഡിയോ എടുത്തത്. ആൻഡ് എഡിറ്റിങ്ങിൻ്റെ സമയത്ത് വോളിയം കുറച്ച് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ലുക്കിംഗ് ഫോർവേഡ് ഫോർ മോർ ഫീഡ്ബാക്ക് ആസ് വെൽ ആസ് നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കോണ്ടൻറ്റ് എത്തിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് see you in the next one.